നമസ്കാരം. CJPക്കാർ ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ പ്രതിഷേധമെന്ന പേരിൽ നടത്തിയ കോലാഹലം കണ്ട് ഉറക്കം നഷ്ടപ്പെട്ട ഒരു സെലിബ്രിറ്റി ഉണ്ടായിരുന്നു കേരളത്തിൽ. ഡൽഹിയിൽ CJPക്കാർ അനുഭവിക്കുന്ന ദുരിതം കണ്ട് തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും ഉറക്കം നഷ്ടപ്പെട്ട ആ സെലിബ്രിറ്റി പിന്നെ ഒന്നും ആലോചിച്ചില്ല, വിമാന ടിക്കറ്റ് എടുത്ത് നേരെ വിട്ടു ഡൽഹിയിലേക്ക്. ആ മുൻ സെലിബ്രിറ്റി മറ്റാരുമല്ല, രഞ്ജിനി ഹരിദാസ്. ഈ രഞ്ജിനി ഹരിദാസ് ഡൽഹിയിൽ ചെന്നപ്പോൾ കണ്ട ഒരു കാഴ്ചയുണ്ട്. കല്ലുകൾ നിറച്ച ഒരു ട്രക്കിൻ്റെ വീഡിയോ. ഇത് അവർ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞതാണ്. കുറേ ആളുകൾ കൈയടിക്കും, കുറേ പേർ വിമർശിക്കും, അത് എന്നെ ബാധിക്കില്ല, സമരത്തിനൊപ്പം ഇനിയും ഉണ്ടാകും, തീയിൽ കുരുത്തതാണ് എന്നൊക്കെ പറഞ്ഞ് ഡൽഹിയിൽ പോയി വന്നതിനു ശേഷം രഞ്ജിനി തള്ളിമറിച്ചു. രഞ്ജിനി ഹരിദാസ് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ പണം വാങ്ങിയാണെന്നും അവർക്കെതിരെ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് ഹർജി നൽകിയിരിക്കുകയാണെന്നൊരു പോസ്റ്റ് ഇതിനിടയിൽ പുറത്തു വന്നു. അവരോട് അടുത്ത മാസം 20-ാം തീയതിക്ക് ശേഷം വരാൻ പറയാമോ, അതുവരെ എനിക്ക് കുറച്ച് തിരക്കുകളുണ്ട്, എന്തായാലും ഇക്കാര്യം അറിയിച്ചതിന് നന്ദി എന്നാണ് ഈ പോസ്റ്റിന് താഴെ രഞ്ജിനി കമൻറ്റ് ചെയ്തത്. മലയാള മനോരമ ഉൾപ്പെടെയുള്ള മാപ്രകൾ ഇത് വലിയ വാർത്തയാക്കുകയും ചെയ്തു. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതോടെ സമരം വിജയിച്ചു എന്നാണ് പറയപ്പെടുന്നത്. സമരം അവസാനിച്ചതിനു ശേഷം ജന്തർ മന്ദിറിൽ അക്രമം നടത്തിയ ചിലർക്കെതിരെ പോലീസ് കേസെടുത്തു. ചിലരെ വീടുകളിൽ കയറി പൊക്കി. ചിലർ സമരം കഴിഞ്ഞ് സ്വന്തം നാടുകളിലെത്തിയപ്പോൾ നാട്ടുകാർ തന്നെ അവരെ വേണ്ട വിധത്തിൽ സ്വീകരിച്ച് സൽക്കരിച്ചു. CJP സ്ഥാപകനായ അഭിജിത്ത് ദീപ്കയുടെ അച്ഛൻ്റെ വരുമാന സ്രോതസ് വരെ ആവശ്യപ്പെട്ടുകൊണ്ട് വിവരാവകാശ നിയമപ്രകാരം ചിലർ എഴുതി ചോദിച്ചിട്ടുണ്ട്. അയാളാണെങ്കിൽ ആകെ വിരളി പിടിച്ചിരിക്കുകയാണ്. പറഞ്ഞു വന്നത് രാജ്യത്ത് ഇതാദ്യമായിട്ടല്ല ഒരു സമരം നടക്കുന്നത് എന്നാണ്. കർഷക സമരം നടന്നു, JNUവിൽ വിദ്യാർത്ഥി സമരം നടന്നു. പക്ഷേ അപ്പോഴൊന്നുമില്ലാത്ത ഒരുതരം പിന്തുണ പാറ്റകളുടെ സമരത്തിന് മലയാള സിനിമാ ലോകത്ത് നിന്ന് കിട്ടി. കുഞ്ചാക്കോ ബോബൻ, ജോജു ജോർജ്, ഇന്ദ്രജിത്ത്, ദുൽഖർ സൽമാൻ, ആസിഫ് അലി, പിന്നെ ആഷിഖ് കപൂറും റിമ കല്ലിങ്കലും, അത് പിന്നെ ഇതുപോലെയുള്ള എല്ലാ ഇടങ്ങളിലും കാണുമല്ലോ. അങ്ങനെ മലയാള സിനിമാ ലോകത്ത് നിന്നും പതിവില്ലാത്ത പിന്തുണ പാറ്റകൾക്ക് കിട്ടി. ഇനി കേരളത്തിൽ തന്നെ എത്രയോ സമരങ്ങളുണ്ടായി. മറ്റെല്ലാ സമരങ്ങളെയും മാറ്റിവെക്കാം. വനിതാ CPO റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളും ആശാ വർക്കർമാരും ചെയ്ത സമരത്തെ ഇവരിൽ ഒരൊറ്റ എണ്ണം പിന്തുണച്ചില്ല. അന്നും ഈ രഞ്ജിനി ഹരിദാസും കൂട്ടരും കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ആ സമരങ്ങളൊന്നും ഇവർ കണ്ടില്ല. അപ്പോൾ കണ്ടത് പാറ്റകളുടെ സമരം മാത്രമാണ്, അതും അങ്ങ് ഡൽഹിയിൽ നടക്കുന്ന സമരം. അത് മാത്രമല്ല, ജന്തർ മന്ദിറിൽ സമരക്കാർക്ക് ഒരു അത്താഴപ്പട്ടിണിക്കാരൻ ദിവസങ്ങളോളം ഭക്ഷണം വിതരണം ചെയ്തിരുന്നു. പേര് മുഹമ്മദ് ജുനൈദ്. ജീവിക്കാൻ തന്നെ പാടുപെടുന്ന ഇയാൾക്ക് ദിവസങ്ങളോളം സമരക്കാർക്ക് ഭക്ഷണവും കുടിവെള്ളവും വിതരണം ചെയ്യാനുള്ള പണം എവിടെ നിന്നാണ് കിട്ടിയത് എന്നുള്ള അന്വേഷണവും നടക്കുന്നുണ്ട്. ഇയാളെ ചില മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചിരിക്കുന്നത് സന്നദ്ധ പ്രവർത്തകൻ എന്നാണ്. പിന്നീട് അത്ഭുതം, സ്വിഗ്ഗി, സൊമാറ്റോ പോലെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ അജ്ഞാതരായ ചിലർ സമരക്കാർക്ക് ഭക്ഷണം എത്തിച്ചിരുന്നു എന്നതാണ്. ജന്തർ മന്ദിറിൽ തമ്പടിച്ചിരുന്നവർക്ക് ഭക്ഷണം എത്തിക്കാൻ ബംഗ്ലാദേശ്, നേപ്പാൾ, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിലെ സംഘടനകളും അജ്ഞാത വ്യക്തികളും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ ശ്രമിച്ചതായും വാർത്തകൾ പുറത്തു വന്നിരുന്നു. ദുബായിൽ പ്രവാസിയായ മലപ്പുറം നിലമ്പൂരുകാരനായ മുഹമ്മദ് ഷാജി, ഇയാൾ ദുബായിൽ വഞ്ചന കേസിലും ചെക്ക് കേസിലും പ്രതിയായ ആളാണെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇയാൾ തൻ്റെ ജീവനക്കാരെന്ന് പറയപ്പെടുന്ന 23 പേരെയാണ് വിമാന ടിക്കറ്റും ശമ്പളവും കൊടുത്ത് ജന്തർ മന്ദിറിലേക്ക് അയച്ചത്. സമരത്തിൽ പങ്കെടുത്ത് പിന്തുണ അറിയിക്കാൻ ഭാരത് പാക്കേജ് എന്ന പേരിൽ ജീവനക്കാർക്കായി യാത്രയൊരുക്കിയ ഇയാൾക്കെതിരെയും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ചുരുക്കി പറഞ്ഞാൽ, ദുരുദ്ദേശത്തോടെ പാറ്റകൾക്ക് സഹായവും പിന്തുണയും നൽകിയവർ പെട്ടു എന്നർത്ഥം. ഇവിടെയാണ് മുമ്പ് പാറ്റകൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചവരൊക്കെ ഇപ്പോൾ നിശബ്ദത പാലിക്കുന്നത് എന്നോർക്കണം. എന്തുകൊണ്ടാണ് എന്നുള്ളൊരു ചോദ്യം കൂടി ഇവിടെ ഉയരുന്നുണ്ട്. ഒരു സിനിമയിൽ അഭിനയിക്കാനോ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാനോ പണം വാങ്ങിയാൽ ആ സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞാൽ പിന്നെ നടന്മാരും നടിമാരും സ്ഥലം വിട്ടുപോകും. പ്രോഗ്രാം അവസാനിച്ചാൽ അവതാരക വേദി വിടും. ഇവിടെയും അതുപോലെയാണ്. കൂടുതൽ പറയുന്നില്ല. എന്തായാലും അന്വേഷണമൊക്കെ വേണ്ട രീതിയിൽ നടക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത്. പക്ഷേ അപ്പോഴും ഒരു സംശയം ബാക്കി നിൽക്കുന്നുണ്ട്. ജന്തർ മന്ദിറിൽ പാറ്റകൾ നടത്തിയ സമരം കണ്ട് സഹിക്കാനാകാതെ വിമാനം കയറിയ രഞ്ജിനി ഹരിദാസ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ LPST റാങ്ക് ഹോൾഡർമാരുടെ സമരം കാണാഞ്ഞിട്ടാണോ അതോ കണ്ടിട്ടും കാണാത്തതുപോലെ നടിക്കുകയാണോ? എന്തായാലും കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ റഡാറിൽ പല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരുമുണ്ട് എന്ന വാർത്ത പുറത്തു വന്നതിനു പിന്നാലെ പലരും ഇപ്പോൾ ജീവനോടെയുണ്ടോ ഇല്ലയോ എന്നു തന്നെ അറിയില്ല.